ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് അശ്ലീലങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ലാലു പ്രസാദ് യാദവിൻ്റെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നത് നാം കണ്ടതാണ്. എത്ര പേരാണ് ജയിലിൽ കിടന്നത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും ഒരുപാട് പേർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അതികായകനായ വ്യക്തിയും കിടന്നിട്ടുണ്ട്. പക്ഷെ കാപ്പ കേസിൽ അധികമാരും ജയിലിൽ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ കടന്നിട്ടില്ല. എന്നാൽ കാപ്പ കേസിൽ കടന്ന ഒരു നേതാവിനെ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടുന്നത് വളരെ ഗൗരവമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്തേണ്ട വിഷയമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ കൃത്യം ഒരു 9-9:30 മണിക്ക് ശരീരത്തിൽ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണെങ്കിലും സാന്ദർഭികമായി പറഞ്ഞാൽ അല്ലെങ്കിൽ ആലങ്കാരികമായി പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നമ്മുടെ മേയർ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ നഗരപിതാവ്, ഒരു കാപ്പ കേസിലെ പ്രതിയെ തൻ്റെ കൂടെയുള്ള കൗൺസിലർ ആണെങ്കിലും കാപ്പ കേസിൽ നിന്നതുകൊണ്ട് നിരപരാധിയായിരിക്കാം അദ്ദേഹം. ഒരുപക്ഷെ കാപ്പ കേസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയായിരിക്കാം. അത് നമുക്ക് തീരുമാനിക്കേണ്ടത് നമ്മളോ ഞാനോ നിങ്ങളോ കാണുന്നവരോ അല്ല. അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനവും നിയമവ്യവസ്ഥയുമാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തിലും നാം വിശ്വസിക്കുന്നിടത്തോളം കാലം, ജനാധിപത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം കാലം അങ്ങനെ കഴിയൂ. ഇനി ആരെങ്കിലും ട്രാപ്പ് ചെയ്താണെങ്കിലോ FIR-ൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണെങ്കിലോ കുഴപ്പമാണെങ്കിലോ മനഃപൂർവ്വം പിടിച്ചത്, അതെല്ലാം തീരുമാനിക്കേണ്ടത് നമുക്ക് തെരുവിലോ സോഷ്യൽ മീഡിയയിലോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോ നമുക്ക് തീരുമാനിക്കാവില്ല. മുഴുവൻ തീരുമാനിക്കേണ്ടത് നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനവുമാണ്. എന്തായാലും സുഗതൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിൽ അകത്ത് നിൽക്കുന്ന, ജയിലിൽ നിൽക്കുന്ന, വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന കാപ്പ കേസിലെ ഒരു പ്രതിയെ ആയി ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന, പ്രതിയായി തന്നെ നിൽക്കുന്ന, കോടതി പ്രതി എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ച് നിർത്തിയിരിക്കുന്ന, അന്തിമ വിധി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ജയിലിലിട്ടിരിക്കുന്ന ഒരാളിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് നമ്മൾ ചിരപരിചിതമല്ല. അത് പ്രോത്സാഹനജനകവുമല്ല. പക്ഷേ ഒരു തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പരിമിതി അവർക്കൊരു പക്ഷേ സുഗതനെ മാറ്റി നിർത്തുകയും സുഗതൻ കേസിൽ നിന്ന് കേസ് പറയാൻ സഹായിക്കുക, അത് വേറെ കാര്യം. കേസ് പറയാൻ കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നൊരാൾ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ അവരുടെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ധാർമ്മികമായും ഒക്കെ സഹായിക്കണം. സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച് കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, അല്ലെ കേസ് പറയണം, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ജനപ്രതിനിധിയായി നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത് ഗൗരവപരമായ ചോദ്യമാണ്. പക്ഷെ ജനപ്രതിനിധിയായി നിലനിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ വിഷയമുണ്ട്. 51 സീറ്റ് എന്ന് പറയുന്നത് തന്നെ കണ്ണമ്മൂല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്വതന്ത്രൻ്റെയും കൂടി ഒറ്റക്കാലിൽ പിടിച്ചുള്ള സ്വതന്ത്രൻ്റെയും കൂടി നേതൃത്വത്തിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പരിമിതിയും ടെൻഷനും സ്ട്രെസ്സും വളരെ വലുതാണ് മേയർക്കും സംഘത്തിനും. അതിനിടയിലാണ് വാഴോട്ടുകോണത്തെ ഒരു കൗൺസിലറിന് ഈ ഒരു പ്രതിസന്ധി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൗൺസിലറെ രാജിവെപ്പിക്കുകയോ പുറത്താക്കുകയോ ചെയ്യിച്ചാൽ ചിലപ്പോൾ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമായിരിക്കും, ചിലപ്പോൾ പുറത്താക്കുമായിരിക്കും. രണ്ടും ചെയ്താൽ അല്ലെങ്കിൽ മാറ്റി നിർത്തുമായിരിക്കും. രണ്ട് ചെയ്താലും വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് വരാം. ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. ജയിച്ചില്ലെങ്കിൽ വീണ്ടും ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഭരണവും പോകും എന്നുള്ളത് കണക്കാക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്തായാലും സാഹചര്യങ്ങൾ എങ്ങനെയായാലും നമുക്ക് ചിരപരിചിതമല്ലാത്ത രാഷ്ട്രീയ അവസ്ഥയാണ് തിരുവനന്തപുരത്ത്. ഇതിനോടകം തന്നെ ഇതിന് അപമാനമാണെന്നും മോശമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ അഡ്വക്കേറ്റ് ദീപക്കും അതുപോലെ തന്നെ ശബരിനാഥുമൊക്കെ, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശബരിനാഥുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ല. രാഷ്ട്രീയത്തിൽ ക്രിമിനൽ കേസുകളൊക്കെ വരും. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുന്ന കൂടുതൽ കേസുകളും വരുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും തല്ലുകൊള്ളുകയും അടികൊള്ളുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി ഒരുപാട് ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആയിരങ്ങൾ ജയിലിൽ കിടന്നിട്ട് തന്നെയാണ്, 10,000 തടവറയിൽ പോയതിനു ശേഷം തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും. ഈ രാജ്യം ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൽ 10,000 രക്തത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കഥ തന്നെ പറയാനുണ്ട്. പക്ഷേ അവിടെ ഒരു സുഗതന്മാരെ പോലെ ഉള്ള ആളുകൾ ഇല്ലായിരുന്നു. സുഗതൻ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്.
അത് കോടതികളിൽ തീരുമാനിക്കപ്പെടട്ടെ. അത് തീരുമാനിക്കുന്നത് വരെ സുഗതൻ പ്രതിയാണെന്ന് ആരോപിക്കാനും ഞാനില്ല, ഞങ്ങളില്ല. പക്ഷെ പ്രശ്നം അവിടെ അല്ല. ഇതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് അല്ലെങ്കിൽ ശിക്ഷ കാത്ത് വിചാരണ കാത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും വിചാരണ വേളയിൽ പുറത്താക്കണോ വേണ്ടേ എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു സാങ്കേതികത്വത്തിൽ പിടിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ ഇത് നൂൽപാലത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ എന്തായാലും ആ സാങ്കേതികത്വത്തിൽ പിടിക്കാതെ ഒരുപക്ഷെ BJPക്ക് 5-10 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സുഗതനെ മാറ്റി നിർത്തുമായിരുന്നിരിക്കാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ, പോസിറ്റീവായി ചിന്തിച്ചാൽ. അല്ല, ഏക സീറ്റ് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് നമുക്കറിയില്ല. അതെല്ലാം രാഷ്ട്രീയക്കാർ മറുപടി പറയേണ്ട മേഖലയാണ്. നമുക്കതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ നമുക്ക് കാര്യങ്ങൾ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് അഭിപ്രായം പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാപ്പ കേസിലെ ഒരു ജയിൽവാസം അനുഭവിക്കുന്ന ഒരാളിനെ ജയിലിൽ പോയി അവിടെ പോയി സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടി വന്നത് അതീവമായ നല്ലൊരു നടപടിയല്ല. അതൊരു വേറൊരു രാഷ്ട്രീയമാണ്. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ തുടർച്ചയായി 2 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ, 2 3 തോന്നുന്നു, 2 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അതും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും. അദ്ദേഹത്തിന് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം കണക്കാക്കി യോഗങ്ങൾ നീണ്ടുപോകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിശ്ചിത ഇടവേളയ്ക്കകം കോർപ്പറേഷനിൽ യോഗങ്ങൾ ചേർന്നില്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി വേറെയാണ്. അപ്പോൾ ആകെ ഒരു പ്രതിസന്ധിയുടെ, രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഇടയിലാണ് നിരവധി വികസന പ്രതിസന്ധികളും വരുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയവും നമ്മൾ കാണുകയാണ്. ഈ രാഷ്ട്രീയ പരീക്ഷണവും നമുക്ക് പരിചിതമല്ലെങ്കിലും അപരിചിതമാണെങ്കിലും നമുക്ക് കാണേണ്ടി വരുന്നു. യാദൃശ്യമായോ സാന്ദർഭികമായോ നമ്മൾ പറയുമ്പോൾ VV രാജേഷ് എന്ന മേയർ തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് പോയി എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്കതിന് കുറ്റം പറയാനാകില്ല. അതിരാവിലെ പോവുകയും 9:30 മണിക്ക് ബിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുകയും ചെയ്തത് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു വരുത്തുന്നു. കോൺഗ്രസ് ഗവൺമെൻറ്റും BJPക്കാരും തമ്മിലുള്ള ഒരു ഗൂഢാലോചന. പക്ഷെ അവിടെ ഒരു ഗൂഢാലോചനയുടെ വിഷയമില്ല. കോടതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇതൊന്നും നമുക്ക് പരിചയമുള്ളതല്ല, നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതുമല്ല. അതുകൊണ്ട് തന്നെ കേസിൽ പ്രതിയാകാതിരിക്കാൻ നോക്കുക. പ്രതിയായാൽ മാറി നിൽക്കേണ്ടതും പ്രതിസ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിച്ചാൽ അതിനേക്കാൾ ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുന്നതുമായിരിക്കണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത.